മധുരക്കിഴങ്ങ് അഥവാ സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ടൊരു മെഴുക്കുവരട്ടിയാണ് ഇന്നിവിടെ ചെയ്യുന്നത്. സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്ന ഇതാണ്. ഈ പലതരത്തിലുള്ള സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ട്. പിന്നെ ഉൾഭാഗം വൈറ്റ് ഉണ്ടാകും, പിന്നെ യെല്ലോ ഉണ്ടാകും, ഓറഞ്ച് ഉണ്ട്. ഇന്നിവിടെ ഞാൻ എടുത്തേക്കുന്ന ഓറഞ്ച് കളറിലെയാണ്. ആദ്യമേ ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് സ്വീറ്റ് പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം. ഒത്തിരി ഒഴിക്കണ്ട. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് 2-3 മിനിറ്റ് നേരം ഒന്ന് വേവിക്കാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് കൂടുതൽ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് വേകുന്നതാണ്. ഇതൊന്ന് ആറാൻ വെക്കാം. ആ സെയിം കടായി തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി പീസാക്കിയതാണ്, അതിട്ട് കൊടുക്കാം. ചെറിയൊരു പീസ് ഇഞ്ചി അരിഞ്ഞത്, ആവശ്യത്തിന് പച്ചമുളക് എരിയുടെ അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു 3 പച്ചമുളകാണ്. അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഒരു 1/4 ടീസ്പൂൺ, ക്രഷ്ഡ് ചില്ലി ഇല ഒരു 1/4 ടീസ്പൂൺ, എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. വേവിച്ച് വെച്ചേക്കുന്ന സ്വീറ്റ് പൊട്ടറ്റോ ആറിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ അങ്ങ് കുഴഞ്ഞു പോവും. ഇതിലേക്ക് സ്വല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പം ആറി വന്നിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒന്ന് മൊരിയുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. എണ്ണയിൽ കിടന്നൊന്ന് മൊരിച്ചെടുക്കണം. സാധാരണ എല്ലാവരും പുഴുങ്ങിയാണ് കഴിച്ചിട്ടുള്ളത്. എല്ലാവരും ഇങ്ങനെയും കൂടെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക.